തോമസ് ആൽവ എഡിസൺ ജനമധ്യത്തിൽ വെച്ച് ടോപ്സി എന്ന ആനയെ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ചു കൊന്നു. ഇതൊരു വെറും കഥയല്ല, ചതിയും അസൂയയും പ്രതികാരവും നിറഞ്ഞ ഒരു യുദ്ധത്തിന്റെ കഥയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് ശാസ്ത്ര പ്രതിഭകൾ തോമസ് ആൽവ എഡിസണും നിക്കോള ടെസ്ലയും തമ്മിൽ നടന്ന വൈദ്യുതിയുടെ യുദ്ധം, ദി കറന്റ് വാർ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെയും വൈദ്യുതി ഒരു ആഡംബരമായിരുന്നു. നമ്മുടെ വീട്ടിൽ വെളിച്ചം ലഭിക്കാൻ തൊട്ടടുത്ത തെരുവിൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പവർ പ്ലാന്റ് വേണ്ടി വരുന്ന അവസ്ഥ. ഓരോ തെരുവിലും ഓരോ പവർ സ്റ്റേഷൻ. അങ്ങനെ അമേരിക്കയിലെ തെരുവുകൾ തോറും DC പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച് കോടികൾ സമ്പാദിക്കാമെന്ന തോമസ് ആൽവ എഡിസന്റെ ബിസിനസ് പ്ലാൻ ആയിരുന്നു ഇത്. ഈ പ്ലാൻ പൊളിച്ചുകൊണ്ടാണ് എഡിസന്റെ തന്നെ മുൻ ജീവനക്കാരനായിരുന്ന നിക്കോളാസ് ടെസ്ല DCക്ക് പകരം AC പവർ സ്റ്റേഷൻ എന്ന ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. തന്റെ ബിസിനസ് പ്ലാൻ പൊളിഞ്ഞതിൽ കോപിഷ്ഠനായ എഡിസണും തന്റെ ആശയത്തിൽ 100% വിശ്വാസമുണ്ടായിരുന്ന ടെസ്ലയും തമ്മിലുള്ള തർക്കം 1886 മുതൽ 1893 വരെ നീണ്ട 7 വർഷങ്ങൾ നീണ്ടുനിന്നു. ഈ യുദ്ധം മനസ്സിലാക്കാൻ ഇതിനു പിന്നിലെ സാങ്കേതിക വിദ്യ നാം മനസ്സിലാക്കണം. എഡിസൺ പിന്തുണച്ചത് ഡയറക്റ്റ് കറണ്ട് അഥവാ DC ആയിരുന്നു. DCയെ നമുക്കൊരു നദിയിലെ ഒഴുക്കിനോട് ഉപമിക്കാം. അതെപ്പോഴും ഒരേ ദിശയിൽ മാത്രം ഒഴുകുന്നു, ബാറ്ററിയിൽ സംഭരിക്കാൻ കഴിയുന്നു. എന്നാൽ DCക്ക് വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. അതിന് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. കമ്പികളിലെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കാരണം വൈദ്യുതി പെട്ടെന്ന് നഷ്ടപ്പെടുമായിരുന്നു. ഒരു നഗരത്തിന് മുഴുവൻ വെളിച്ചം നൽകണമെങ്കിൽ ഓരോ മൈലിലും എഡിസണ് ഓരോ പവർ സ്റ്റേഷൻ വീതം സ്ഥാപിക്കേണ്ടി വരുമായിരുന്നു. മാത്രമല്ല കൈത്തണ്ടയോളം വണ്ണമുള്ള ചെമ്പ് കേബിളുകളും ഇതിനാവശ്യമായിരുന്നു. ചുരുക്കത്തിൽ ഇത് ചിലവേറിയതും കാര്യക്ഷമത കുറഞ്ഞതും കാണാൻ അഭംഗിയുള്ളതുമായിരുന്നു. നിക്കോളാസ് ടെസ്ല ഇതിനൊരു വിപ്ലവകരമായ പരിഹാരം നിർദ്ദേശിച്ചു. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC. ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകുന്നതിന് പകരം ഇതിൽ ഇലക്ട്രോണുകൾ മുന്നോട്ടും പിന്നോട്ടും ദിശ മാറിക്കൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ 50 or 60 തവണ. AC കറണ്ട് ഉപയോഗിക്കുമ്പോൾ ട്രാൻസ്ഫോമർ എന്ന ഉപകരണം ഉപയോഗിച്ച് വോൾട്ടേജ് 1000 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഹൈ വോൾട്ടേജ് വൈദ്യുതിക്ക് നേർത്ത കമ്പികളിലൂടെ ഊർജ്ജനഷ്ടമില്ലാതെ 100 മൈലുകൾ സഞ്ചരിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പ് മറ്റൊരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഈ വോൾട്ടേജ് സുരക്ഷിതമായ അളവിലേക്ക് കുറയ്ക്കാനും സാധിക്കും. ലളിതമായി പറഞ്ഞാൽ എഡിസൺ തെരുവുകൾ തോറും പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ പറഞ്ഞപ്പോൾ ടെസ്ല മുന്നോട്ട് വെച്ചത് ഒരൊറ്റ പവർ സ്റ്റേഷനിൽ നിന്നും കിലോമീറ്ററുകൾ പടർന്നു കിടക്കുന്ന ട്രാൻസ്ഫോമറുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വൈദ്യുത നെറ്റ്വർക്കാണ്. 1000-ലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് സ്വന്തമായുള്ള അതിസമ്പന്നനായ എഡിസണ് ടെസ്ലയുടെ മുന്നിൽ തോൽക്കുന്നത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. കണക്കുകളിലൂടെ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം കുറുക്കു വഴികൾ തേടി. AC കറണ്ട് അപകടകരമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹം വലിയൊരു പ്രചരണം തന്നെ ആരംഭിച്ചു. ടെസ്ലയുടെ AC കറണ്ട് ഒരു കൊലയാളിയാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം മൃഗങ്ങളെ പരസ്യമായി ഷോക്കടിപ്പിച്ചു കൊന്നു. വധശിക്ഷ നടപ്പാക്കാനുള്ള ആദ്യത്തെ ഇലക്ട്രിക് ചെയറിൽ AC കറണ്ട് ഉപയോഗിക്കാൻ അദ്ദേഹം സ്വാധീനം ചെലുത്തി. ജനങ്ങൾ ടെസ്ലയുടെ കണ്ടുപിടുത്തത്തെ മരണവുമായി ബന്ധിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വളരെ ക്രൂരമായ ഒരു പ്രചാരണ യുദ്ധമായിരുന്നു അത്. പക്ഷേ ഒടുവിൽ ശാസ്ത്രം തന്നെ ജയിച്ചു. 1893 നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരാർ ക്ഷണിച്ചു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു അത്. കമ്മീഷൻ അധ്യക്ഷനായ ലോർഡ് കെൽവിൻ കണക്കുകൾ പരിശോധിച്ച ശേഷം ആ തീരുമാനമെടുത്തു. കരാർ നിക്കോളാസ് ടെസ്ലയ്ക്ക്. 1896 നവംബർ 16 സ്വിച്ച് ഓൺ ചെയ്യപ്പെട്ട നയാഗ്രയിൽ നിന്നുള്ള വൈദ്യുതി 26 മൈലുകൾ സഞ്ചരിച്ച് ബഫല്ലോ നഗരത്തിലെത്തി. കറന്റുകൾ തമ്മിലുള്ള ആ യുദ്ധം അവിടെ അവസാനിച്ചു. ലോകമെമ്പാടുമുള്ള വൈദ്യുതി വിതരണത്തിന് AC കറണ്ട് ഉപയോഗിക്കാമെന്ന് തെളിഞ്ഞു. ഇന്ന് നമ്മുടെ വൈദ്യുത ഗ്രിഡുകളിൽ ടെസ്ലയുടെ AC ആണ് കടന്നു പോകുന്നത്. നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നത് AC കറണ്ടാണ്. എന്നാൽ എഡിസൺ പൂർണ്ണമായും പരാജയപ്പെട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ലാപ്ടോപ്പോ ഫോണോ പ്രവർത്തിക്കുന്നത് DC കറണ്ടിലാണ്. അതുകൊണ്ടാണ് ചാർജറുകളിൽ ഒരു വലിയ അഡാപ്റ്റർ ഉള്ളത്. മൊബൈൽ ഫോണിന്റെ ചാർജറുകളിലൊക്കെ വലിയൊരു അഡാപ്റ്റർ ഉണ്ട്. ഇതൊരു കൺവേർട്ടറാണ്. ടെസ്ലയുടെ AC കറണ്ടിനെ തിരികെ എഡിസന്റെ DC കറണ്ടറാക്കി മാറ്റുന്ന ഉപകരണം. മാത്രമല്ല ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, ടെസ്ലയുടെ പേരിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയുണ്ട്. അവിടെ നിർമ്മിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന DC വൈദ്യുതിയാണ്. എഡിസന്റെ DC വൈദ്യുതി. തുടക്കത്തിൽ നമ്മളൊരു ആനയെ ഷോക്കടിപ്പിച്ചു കൊന്ന കഥ പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ
കറണ്ട് വാർ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് ആ സംഭവം തന്നെ നടക്കുന്നത്. എഡിസൺ അതിൽ യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. എന്നിട്ടും ടെസ്ലയെ ജയിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ പേരിൽ ആ ആനയുടെ കൊലപാതകം എഡിസന്റെ പേരിൽ ചാർത്തപ്പെട്ടു. ശാസ്ത്രലോകത്ത് ഇങ്ങനെ രസകരമായ ഓർത്തുവെക്കേണ്ട പല കഥകളുണ്ട്. ഇത്തരത്തിൽ ശാസ്ത്രലോകത്തെ രസകരമായ കൗതുകങ്ങളും കഥകളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ.